ഞാൻ ആ ഒരു ഫസ്റ്റ് ലെഗ് കഴിഞ്ഞപ്പം തന്നെ നിങ്ങളോട് പറഞ്ഞതാണ്, ഇതൊക്കെ ആയിരിക്കും ബേണബയൂവിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ നെഞ്ചത്ത് ഉള്ള ബാവേറിയൻസ് മുഴുവൻ വന്ന് എൻ്റെ നെഞ്ചത്ത് പൊങ്കാല ഇട്ടു. ഞാൻ റയലിനെ സപ്പോർട്ട് ചെയ്യുന്നു, എനിക്ക് കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടി റയലിനെ പൊക്കിയടിക്കുന്നു. എനിക്ക് റയലുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. റയലെന്ന് ആസ് എ ന്യൂട്രൽ ഫാനാണ് ഞാൻ റയലിൻ്റെ മാച്ച് കാണുന്നത്. പക്ഷേ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ടീം എന്നെ സംബന്ധിച്ച് ആസ് എ ഫുട്ബോൾ ഫാൻ, എന്നെ സംബന്ധിച്ച് എൻ്റെ ഫുട്ബോളിലുള്ള ഒരു പെർസെപ്ഷൻ, ഫുട്ബോളിനെ ഞാൻ നോക്കി കണ്ടുകൊണ്ടിരുന്ന ഒരു രീതി, അത് ചേഞ്ച് ചെയ്യിപ്പിച്ച ഒരു ടീമാണ് റയൽ. അത്രയും ഇൻഫ്ലുവൻസ് ഫുട്ബോളിങ് ഒരു പെർസെപ്ഷനിൽ എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടാക്കിയ ഒരു ടീമാണ് റയൽ മാഡ്രിഡ്. അപ്പം എനിക്കിതിന് മുന്നേ ഭയങ്കര ബ്യൂട്ടിഫുൾ ഫുട്ബോൾ, അറ്റാക്കിംഗ് ഫുട്ബോൾ, അതിൻ്റെ ഭ്രാന്തായിരുന്നു. ഇപ്പം റയൽ കാണിച്ചു തരുന്നുണ്ട് ഇതൊന്നുമല്ല, ഏത് വിധേനയും ഗെയിം ജയിക്കുക അതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് കാണിച്ചു തന്ന ടീമാണ്. അതും കൺസിസ്റ്റൻ്റ് ബേസിസിൽ ഒരേപോലെ എത്ര ഗോൾ നിങ്ങൾ എനിക്കെതിരെ അടിച്ചോ ഞാൻ തിരിച്ചു വരും എന്നുള്ള വിശ്വാസം അവിടുത്തെ ഓരോ പ്ലെയറിനും, അവിടുത്തെ സാന്റിയാഗോ ബെർണബോയിൽ ഓരോരോ റയൽ ഫാനിനും ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ബയൺ മ്യൂണിച്ചിനോട് പേഴ്സണലി എനിക്ക് യാതൊരു വിരോധവും ഇല്ല, ഹേറ്റഡോ അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഞാൻ റിയാലിറ്റി വെട്ടിത്തുറന്ന് പറഞ്ഞപ്പം നിങ്ങൾക്ക് വിഷമം ഓഫ് കോഴ്സ് ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ. നമ്മൾ ഇന്നത്തെ മാച്ച് നിങ്ങൾ നോക്കിയോ. ഇന്നത്തെ മാച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് ബയൺ മ്യൂണിച്ചിൻ്റെ ആ ഒരു ഫസ്റ്റ് ലെഗിൽ ബയൺ മ്യൂണിച്ച് കളിച്ച രീതിയിൽ റയൽ കളിക്കുന്നു, റയൽ യൂഷ്വലി കളിക്കുന്ന രീതിയിൽ ബയൺ മ്യൂണിച്ച് കളിക്കുന്നു. ആ ഒരു സ്വിച്ച് നടന്നു. തുക്കലിന് മനസ്സിലായി റയലിനെ തോൽപ്പിക്കാൻ, റയലിൻ്റെ രീതിയിൽ തന്നെ റയലിനെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം തോമസ് തുക്കൽ നടത്തുന്നു. റയൽ മാഡ്രിഡ് ഇന്ന് അൺലൈക്ലി, സാധാരണ കാണിക്കുന്നതിൽ നിന്നും വിപരീതമായിട്ട് റയൽ മാഡ്രിഡ് ഓപ്പോസിഷൻ്റെ ഫസ്റ്റ് ഫേസിൽ നിന്ന് തന്നെ ഇൻറ്റൻസ് ആയിട്ട് പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുന്നു, ബോളുമായിട്ട് പൊസഷൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇന്നത്തെ മാച്ചിൽ കൂടുതൽ പൊസഷൻ റയൽ മാഡ്രിഡിനാണ്. XG ആണെങ്കിലും റയൽ മാഡ്രിഡിന് കൂടുതൽ. ടോട്ടൽ നമ്പർ ഓഫ് ഷോട്ട്സ് 19 എണ്ണം, അപ്പുറത്ത് 8 എണ്ണമേ ഉള്ളൂ ബയൺ മ്യൂണിച്ചിന്. അപ്പോൾ എല്ലാ ആസ്പെക്റ്റിലും ഓൺ ടാർഗറ്റ് ആണെങ്കിലും എല്ലാ ആസ്പെക്റ്റിലും, ഗെയിമിൻ്റെ എല്ലാ ആസ്പെക്റ്റിലും ബയണിനേക്കാളും കൂടുതലാണ്, ബയണിനേക്കാളും മുകളിലാണ് റയൽ മാഡ്രിഡ്. അപ്പോൾ ഇന്നത്തെ ഏതായാലും ഇന്ന് ബയൺ ഫാൻസ് ആ ഒരു രീതിയിലുള്ള ഒരു പരാതി പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. ബയൺ ഫാൻസ് മാത്രമല്ല, ന്യൂട്രലായിട്ടുള്ള ആരും റയലിനെതിരെ അങ്ങനെ ഒരു കണ്ടം കളി കളിച്ചു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡിഫെൻസീവ് മൈൻഡായിട്ട് കളിച്ചാണ് നിങ്ങൾ ജയിച്ചത് എന്നുള്ള ഒരു സാധനം പറയത്തില്ല. അപ്പോൾ ശരിക്കും ഇന്നത്തെ മാച്ചിൽ ബയൻ്റെ ആ ഒരു ഫോർവേഡ് ലൈനും അവരുടെ ഡിഫൻസ് മിഡ്ഫീൽഡൊക്കെ തമ്മിൽ യാതൊരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്തില്ല. എസ്പെഷ്യലി ആ ഒരു ഫോർവേഡ് ലൈനിൽ ഹാരി കെയ്ൻ കുറച്ചുകൂടെ ഒരു പ്രതീക്ഷ തരുന്ന ഒരു പ്ലെയറായിട്ടാണ് എനിക്ക് തോന്നിയത്. ബാക്കി ലീറോയ് സാനെ ആണെങ്കിലും അതുപോലെ തന്നെ മൂസിയാല, ഇവർ രണ്ടുപേരും അവരിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലൊന്നും കളിച്ചിട്ടില്ല ഇന്നത്തെ മാച്ചിൽ. പിന്നെ ആ ഒരു നാബറിയും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും വെട്ടി തീർന്ന അവസ്ഥയായിരുന്നു. അൽഫോൻസോ ഡേവിസിനേക്കാളിലും ഞാൻ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ്റെ സമയത്ത് മുള്ളറിനെ വല്ലതും കൊണ്ടുവന്നിട്ട് മൂസിയാലെ ആ ഒരു ലെഫ്റ്റ് വിങ്ങിലോട്ട് വല്ലതും ചേഞ്ച് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഓപ്ഷന് ഞാൻ പോയനെ. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് ആ ഒരു സമയത്ത് എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ തുക്കൽ കുറച്ചുകൂടെ പ്രൊആക്റ്റീവായിട്ട് പുള്ളി നമ്മളൊക്കെ ചിന്തിക്കുന്നതിൽ നിന്നും ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് ഡേവിസിനെ കൊണ്ടുവന്നു. ഡേവിസ് ഗോളൊക്കെ സ്കോർ ചെയ്തു, അതൊക്കെ ശരിയാണ്. പക്ഷേ ഡേവിസ് അല്ലായിരുന്നു ആ ഒരു സമയത്ത് വരേണ്ടത് എന്ന തോന്നൽ ഇപ്പോഴും എനിക്ക് ആ ഒരു തോന്നലുണ്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഹാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ കൂടുതലായിട്ട് ബയൺ ആ ഒരു കൗണ്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. കൗണ്ടറിൽ റയലിനെ ഹിറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. റയലാണെങ്കിൽ അവരുടെ ലെഫ്റ്റ് സൈഡിൽ യൂഷ്വലി അവർ കാണിക്കുന്ന പോലെ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ വിനീഷ്യസ്, റോഡ്രിഗോ, ബെല്ലിംഗാം, അപ്പോൾ അവരെല്ലാം കൂടെ ആ ഒരു ലെഫ്റ്റ് വിങ് ഓവർലോഡ് ചെയ്ത് അപ്പുറത്ത് റൈറ്റ് വിങ്ങിലേക്കുള്ള സ്വിച്ചുകൾ, അങ്ങനത്തെ കുറേ പ്രാവശ്യം ആ ഒരു സ്വിച്ച് കണ്ടു. സ്വിച്ച് ചെയ്യുന്ന സമയത്ത് കാർവഹാൽ അല്ലെങ്കിൽ വാൽവേർഡെ അവിടുത്തെ അങ്ങോട്ട് ആ ഒരു റണ്ണ് മേക്ക് ചെയ്യും, ബോൾ റിസീവ് ചെയ്യും. അങ്ങനത്തെ ആ ഒരു അറ്റാക്കിന് വേണ്ടി അവർ റയൽ കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ മുതൽ വിനീഷ്യസ് ഫുൾ അറ്റാക്കിൻ്റെ ചുമതല അങ്ങേറ്റെടുത്തു. വിനീഷ്യസ് ആണെങ്കിൽ ആ ഒരു സൈഡിൽ ബയൻ്റെ റൈറ്റ് സൈഡിൽ, അതായത് റൈറ്റ് ഫ്ലാങ്കിൽ കിമ്മിച്ചിനെയും അതുപോലെ തന്നെ ഡെലിറ്റിനെ കൊല്ലുകയായിരുന്നു ഓടിയിട്ട്. അപ്പം ഇത് കണ്ടിട്ട് ലീറോയ് സാനെ ഓടി വരുന്നുണ്ടായിരുന്നു, ലെയ്മർ വരുന്നുണ്ടായിരുന്നു. എന്നിട്ടൊന്നും നടക്കുന്നില്ല. വിനീഷ്യസിനെ പിടിച്ചു കെട്ടാൻ പറ്റുന്നില്ല. വിനീഷ്യസ് എത്ര അറ്റാക്ക്, സ്വന്തം കഴിവിൽ എത്ര അറ്റാക്കാണ് പുള്ളി നടത്തി, എത്ര ചാൻസസ് പുള്ളി ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇത് കണ്ടപ്പം ശരിക്കും എൻ്റെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഒന്നിൽ വിനീഷ്യസ് സ്കോർ ചെയ്യും, അല്ലെങ്കിൽ വിനീഷ്യസിൻ്റെ കട്ട് ബാക്ക് ആ ഒരു സോൺ 14 അവിടെ ആരെങ്കിലും ആ ഒരു ലേറ്റ് ആയിട്ടുള്ള അറൈവൽ നടത്തി ഗോൾ സ്കോർ ചെയ്യുമെന്ന് ഞാൻ ഉറപ്പിച്ച് നിന്ന സമയത്താണ് ആ ഒരു അൽഫോൻസോ ഡേവിസിൻ്റെ ആ ഒരു ഗോൾ. ശരിക്കും
റയൽ ഫുള്ളായിട്ട് ഗെയിമിനെ ഡോമിനേറ്റ് ചെയ്ത് നിന്ന സമയത്ത് അൽഫോൺസോ ഡേവിസിൻ്റെ ആ ഒരു ഗോള് കാണുമ്പം എനിക്ക് ആദ്യം തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റയലിനെതിരെ റയലിൻ്റെ ആ ഒരു രീതിയിലുള്ള ആ ഒരു മറുമരുന്ന് റയലിന് കിട്ടുകയാണോ എന്ന് ഞാൻ തോന്നിപ്പോയി. കാര്യം റയൽ ഈ രീതിയിൽ ഗെയിമിൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഗെയിമിൽ നിന്ന് പുറത്ത് ആയി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഗോൾ അടിച്ച് ഓപ്പോസിഷനെ ഞെട്ടിക്കുന്നത്. അപ്പം അതുപോലെ ശരിക്കും പറഞ്ഞാൽ ബയൺ ഇന്ന് റയലിനെ ഞെട്ടിച്ച് ആ ഒരു ഗോൾ അടിച്ച സമയത്ത്. അപ്പോൾ ആ ഒരു ഗോൾ അടിച്ച് കഴിഞ്ഞും ബയണിന് ഗെയിം കില്ല് ചെയ്യാൻ നല്ല 2 ചാൻസ് കിട്ടി. കിമ്മിഞ്ചയുടെ ഹെഡർ ചാൻസ്, അതുപോലെ തന്നെ പാബ്ലോവിച്ചിൻ്റെ ആ ഒരു ചാൻസ്. അതെനിക്ക് തോന്നുന്നത് ലെയ്മറിൻ്റെ ആ ഒരു പാസ് ഉണ്ടല്ലോ, പാബ്ലോവിച്ചിലോട്ടുള്ള ആ ഒരു പാസ്, അതിന് കുറച്ചൊരു വെയിറ്റേജ് കൂടിയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതിൽ ബാക്കിൽ നിന്ന് മോഡ്രിച്ച് ആ ഒരു മനുഷ്യൻ 38 വയസ്സുള്ള മനുഷ്യൻ ബാക്കിൽ നിന്ന് ഓടി വന്ന് ഡിഫെൻഡ് ചെയ്ത ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ, യങ്സ്റ്റേഴ്സൊക്കെ കണ്ട് പഠിക്കേണ്ട ഒരു സാധനമാണ്. പിന്നെ അവിടെ നടന്ന സാധനം എന്ന് പറയുന്നത് സാന്റിയാഗോ ബെർണബയു കലിതുള്ളാൻ വേണ്ടി തുടങ്ങി, കലിതുള്ളി വിറയ്ക്കുന്നതാണ് കാണുന്നത്. പ്ലേയേഴ്സും ക്രൗഡും എല്ലാം കൂടെ ക്രിയേറ്റ് ചെയ്ത ഒരു അറ്റ്മോസ്ഫിയർ. ഡോൺ കാർലോ പുള്ളി പിരികം പൊക്കുന്നു, പിള്ളേരെ ഇറക്കുന്നു, ഹൊസേലു വരുന്നു, ബ്രായൻ ഡിയാസ് വരുന്നു, മോഡ്രിച്ചിനെ ഇറക്കുന്നു, വിങ്ക ഇറക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൊസേലു ആണ് ആ ഒരു 2 ഗോളും സ്കോർ ചെയ്തത്. അപ്പം ഹൊസേലു വന്നു കഴിയുമ്പോഴത്തേനും റയലിനുള്ള ഒരു സാധനം വെച്ചാൽ, ഹൊസേലു എന്ന് പറഞ്ഞാൽ റയലിൻ്റെ ഒരു പ്ലാൻ ബി ആണ്. പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാതെ കളിക്കുന്ന റയലിന് ആ ഒരു പ്രോപ്പർ സ്ട്രൈക്കറിനെ അവിടെ കൊണ്ടുവരുമ്പോഴത്തേനും ആ ഒരു സ്ട്രൈക്കർ ഇൻസ്റ്റിങ്ക്റ്റ് കാരണമാണ് ഇന്നത്തെ 2 ഗോളും ഹൊസേലു സ്കോർ ചെയ്തത്. അപ്പോൾ ഹൊസേലുവിൻ്റെ ആ ഒരു ഫസ്റ്റ് ഗോൾ നോക്കിയാൽ ഈ ഒരു മാച്ചിൽ ഏറ്റവും ബെസ്റ്റ് ബയൺ പ്ലെയർ ആരായിരുന്നു? മാനുവൽ നോയർ എന്ന് പറയുന്ന ആ ഒരു ഗോൾ കീപ്പർ ആദ്യമായിട്ട് നടത്തിയ ആ ഒരു മിസ്റ്റേക്ക് റീബൗണ്ടായിട്ട് ഹൊസേലുവിന് കിട്ടുന്നു. വിനീഷ്യസിൻ്റെ ഷോട്ട് റീബൗണ്ട് ഹൊസേലുവിന് കിട്ടുന്നു. ഹൊസേലുവിൻ്റെ ആ ഒരു നാച്ചുറൽ ആ ഒരു സ്ട്രൈക്കർ ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചിട്ട് പുള്ളി ആ ഒരു ഗോൾ പോച്ച് ചെയ്ത് പോയി ഗോൾ സ്കോർ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബയണിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ മാനുവൽ നോയർ ആണെന്ന് പറയുമ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ബയൺ എന്തുമാത്രം ഡിഫെൻസീവ്ലി മൈൻഡഡ് ആയിട്ട് നിന്ന ടീമായിരുന്നു, അല്ലെങ്കിൽ റയലിൻ്റെ എന്തുമാത്രം റയൽ അറ്റാക്ക് ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് എക്സ്പോസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. മാനുവൽ നോയറാണ് ബയണിൻ്റെ ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുമ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ പൊങ്ങി വരും. കാരണം കഴിഞ്ഞ മാച്ച് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാ ബയൺ ഫാൻസും പറഞ്ഞൊരു കാര്യമാണ്, റയൽ ഭയങ്കര ഡിഫെൻസീവ് മൈൻഡഡ് ആയിട്ട് കളിക്കുന്നു. പക്ഷേ ഇന്ന് അതിനെക്കുറിച്ച് അങ്ങനത്തെ ഒരു സാധനം പറയാനില്ല. വേണമെങ്കിൽ പറയാം, ഓഫ് സൈഡ് പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഇന്ന് വേണമെങ്കിൽ സംസാരിക്കാം. ഓഫ് സൈഡ് പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ചാമ്പ്യൻസ് ലീഗിൽ സെമി ഓട്ടോമേറ്റഡ് ഓഫ് സൈഡ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ ഡിസിഷൻസും അവിടെ ചെക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് പറയുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വാദം. അപ്പം എന്താണേലും വീണ്ടും റയൽ മാഡ്രിഡ് തെളിയിച്ചു, ഞങ്ങളെ വെറുതെ ചൊറിഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളെ കൊന്നിട്ടിട്ട് പോകണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ശരിക്കും റയൽ മാഡ്രിഡ് ഫാൻ അല്ലാഞ്ഞിട്ട് പോലും എന്നെ പോലുള്ള ആൾക്കാർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് റയലിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു ഫൈനൽ കൂടെ റയൽ മാഡ്രിഡ് ട്രോഫിക്ക് വേണ്ടി റയൽ മാഡ്രിഡ് അടുത്ത ഫൈനലിൽ ഇറങ്ങാൻ പോകുന്നു. അപ്പം മാച്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിടുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. വീണ്ടും ഹലാ മാഡ്രിഡ് പോരട്ടെ. ബൈ ഗൈസ്.